നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇതിഹാസ താരം അലക്സി ഷിറോവിൻ്റെ വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1990-ലാണ്. ജെറി ലാപ്പിൻസ്കി എന്ന ഒരു ചെസ് പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി. ഈ ഗെയിമിൽ ഷിറോ വൈറ്റ് സൈഡും ലാപ്പിൻസ്കി ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് F4 മൂവ് ചെയ്തുകൊണ്ട് വളരെ അഗ്രസീവായിട്ടുള്ള കിങ്സ് ഗാംബിറ്റ് സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണിൻ്റെ എടുത്തുകൊണ്ട് ആ ഗാംബിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. കിങ്സ് ഗാംബിറ്റ് കളിക്കുമ്പോൾ വൈറ്റ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം ബ്ലാക്കിൻ്റെ ക്വീൻ H4ലേക്ക് വരുന്ന ഉള്ള ഒരു അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ആദ്യം തന്നെ നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് H4 സ്കോർ കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് G5 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ G4 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയും വൈറ്റ് ആ നൈറ്റിനോട് മാറ്റിയ ശേഷം ക്വീന് വെച്ച് അറ്റാക്ക് ചെയ്യാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. വൈറ്റ് എന്തായാലും ആ പോൺ മുന്നോട്ട് വരുന്നത് തടയാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് പ്ലാൻ ചെയ്ത പോലെയുള്ള അറ്റാക്ക് വേണ്ടി തന്നെ മുന്നോട്ട് പോയാണ്. G4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടുമുണ്ട്. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F7 സ്കോറിലേക്ക് 2 അറ്റാക്ക് കൊണ്ടുവരാം. ആ സമയത്ത് ക്വീൻ വെച്ച് ചെക്ക് വരികയാണെങ്കിൽ കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഷിറോ ഇവിടെ അങ്ങനെ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം കിങ്സിലേക്ക് കാസലിംഗ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് വൈറ്റ് ഇവിടെ ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റ് ക്വീന് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇതോടെ വൈറ്റിൻ്റെ റൂക്കും ക്വീനും F5ലേക്ക് വന്നിട്ടുണ്ട്. ആ F5ലേക്ക് വൈറ്റിന് ബിഷപ്പ് വെച്ച് കൺട്രോളും ഉണ്ട്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ F4ലെ പോൺ ക്വീൻ വെച്ച് അറ്റാക്കിലുമാണ്. ഈ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കുന്നതിനായിട്ട് ബ്ലാക്ക് വേഗം തന്നെ ക്വീനെ ഗെയിമിലേക്ക് കൊണ്ടുവരാണ്. ക്വീനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F7ലെ പോണിനെയും F4ലെ പോണിനെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബ്ലാക്കിൻ്റെ ക്വീനെതിരെ വേഗം തന്നെ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് E5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. അതൊരു പോൺ സാക്രിഫൈസ് കൂടെയാണ്. ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീന് വെച്ച് പോണിട്ട് എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഇപ്പോൾ ഡെവലപ്പ് ആവാത്ത പീസുകളിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത മൂവിൽ ക്വീൻ D4ലേക്കൊന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരുന്നതോടെ വൈറ്റിന് ഒരു ബിഷപ്പ് കൂടെ നഷ്ടമാകും. എന്നാൽ വൈറ്റ് ഇവിടെ ഇപ്പോഴും ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. പകരം ഒരു സാക്രിഫൈസ് കൂടെ ചെയ്യാണ്. ബിഷപ്പ് വെച്ച് F7ലെ പോണിട്ട് എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് ഇവിടെ ഒരു നൈറ്റിനെയും ഒരു ബിഷപ്പിനെയും പൂർണ്ണമായും സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ മുസിയോ ഗാംബിറ്റിൽ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക് ഡബിൾ മുസിയോ ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് അതും അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ ഷിറോ ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. D4 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ ഒരു ചെക്കോട് കൂടി ആ പോണിനെ വെട്ടിയെടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ക്വീന് വെച്ച് ആ പോണിനെ എടുക്കുന്നു. ഇപ്പോൾ ചെക്കാണ്. വൈറ്റ് ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ F4ലെ പോൺ പിന്നിങ്ങില്ലാതെ കാരണം ബിഷപ്പിന് വെട്ടാൻ പറ്റില്ല. എന്നാൽ ക്വീന് വെച്ചും വെട്ടാൻ പറ്റില്ല. ക്വീന് വെച്ച് വെട്ടുകയാണെങ്കിൽ വൈറ്റിനെ ക്വീന് വെച്ച് തിരിച്ചു വെട്ടാം. അപ്പോഴും F4ലെ പോൺ റൂക്കിൻ്റെ പിന്നിങ്ങില്ലാതെ കാരണം പോൺ വെച്ച് തിരിച്ചെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ക്വീനിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനിനെ F6ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പ് വെച്ച് E4ലെ പോണിനെ എടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ E8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഒരു നൈറ്റ് കൂടെ ഡെവലപ്പ് ആവാനുണ്ട്. വൈറ്റ് ആ നൈറ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ ഏകദേശം എല്ലാ പീസുകളും ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്നാൽ ബ്ലാക്കിൻ്റെ ക്വീന് വെച്ചുള്ള ബാക്കി എല്ലാ പീസുകളും ആദ്യത്തെ സ്ഥാനത്ത് തന്നെ ഇരിക്കുകയാണ്. ബ്ലാക്കും ഓരോ പീസുകളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആദ്യം നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റിന് പീസുകളൊന്നും ഡെവലപ്പ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് വെച്ച് ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെയും C7ലെ പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഡയഗണിലേക്കുള്ള കൺട്രോൾ ഒഴിവാക്കിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനിന് വേറെ എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ക്വീൻ തിരിച്ചു പോവുകയാണെങ്കിൽ ക്വീൻ H5ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുന്നില്ല. ക്വീനെ G6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീൻ H5ലേക്ക് വരുന്നത് തടയുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവാണ്. ഇപ്പോൾ കിങ് F7ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരും.
അല്ലാതെ കിങ് D8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബിഷപ്പ് വെച്ച് C7 പോയിട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അതുകൊണ്ട് ഈ ചെക്ക് ഒഴിവാക്കുന്നതിനായിട്ട് കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുന്നത് നല്ല മൂവല്ല. അതുകൊണ്ട് ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ബ്ലോക്കാണ്. ബിഷപ്പിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ആ ബിഷപ്പിനിപ്പോൾ 2 നൈറ്റുകളുടെ സപ്പോർട്ടുണ്ട്. ഇവിടെ ഷിറോവ് വീണ്ടും മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് 2 നൈറ്റുകളുടെയും കിങ്ങിൻ്റെയും സപ്പോർട്ടുണ്ട്. വൈറ്റിന് ആ സ്ക്വയറിലേക്ക് 2 പീസുകൾ വെച്ച് അറ്റാക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നതിനായിട്ട് വൈറ്റ് ഇവിടെ ഒരു സാക്രിഫൈസ് കൂടെ ചെയ്യുകയാണ്. ബിഷപ്പിനെ D6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റിൻ്റെ ബിഷപ്പ് ഇപ്പോൾ D6ലേക്ക് വന്നതോടെ പ്രധാനമായും 2 കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ ഒരു പീസിൻ്റെ അറ്റാക്ക് കൂടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം ഇവിടെ വൈറ്റിൻ്റെ ക്വീനിന് മുന്നിലുണ്ടായിരുന്ന ആ ബ്ലോക്ക് മാറിയെന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബ്ലാക്ക് ഇപ്പോൾ പോൺ ഉപയോഗിച്ചോ ക്വീൻ ഉപയോഗിച്ചോ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ ക്വീൻ F8ലേക്ക് ഒന്ന് ചെക്ക് വരുന്നതോടെ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ പോൺ ഉപയോഗിച്ച് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും അതിനാണ് അവസ്ഥ. ബ്ലാക്കിൻ്റെ ബിഷപ്പ് റൂക്കിൻ്റെ പിന്നിങ്ങിലായതുകൊണ്ട് ബിഷപ്പ് വെച്ച് തിരിച്ചു വിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഈ ബിഷപ്പിനെ പിന്നിങ്ങിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ D8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ അടുത്ത 2 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക് മേറ്റ് ചെയ്യുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ആ 2 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ 2 മൂവിലെ ചെക്ക് മേറ്റ് 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി വളരെ സിമ്പിളാണ്. അതായത് C7 സ്ക്വയറിലേക്ക് നൈറ്റ് വെച്ചും ബിഷപ്പ് വെച്ചും കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ബിഷപ്പ് വെച്ച് ആ പോണിന് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുക. അപ്പോൾ എന്തായാലും കിങ്ങിന് E8ലേക്ക് തന്നെ മാറേണ്ടി വരും. ഇപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ അതേ പിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മൂവിൽ ക്വീനെ F8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്ത് ചെക്ക് മേറ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള വഴി. എന്നാൽ ഷിറോയുടെ ഒരു സ്റ്റൈലിഷ് ചെക്ക് മേറ്റിനാണ് ശ്രമിക്കുന്നത്. ആദ്യം ക്വീനെ F8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ എന്തിനു ചെയ്താലും അടുത്ത ഒരു മൂവിൽ ചെക്ക് മേറ്റാണ്. ഇവിടെ ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് C7 പോണിട്ട് എടുത്ത് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്വീൻ വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്തില്ല, പകരം ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് ബിഷപ്പ് വെച്ച് ക്വീനോട് എടുക്കുന്നു. ഇതോടെ ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് C7 പോണിട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുത്തോടെ ചെക്ക് മേറ്റ് ആകുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചെക്ക് മേറ്റ് ചെയ്യാതെ ഈ റൂക്ക് വെച്ച് ബിഷപ്പിനോട് എടുത്താലും ബ്ലാക്കിനൂടെ വേറെ ഓപ്ഷനൊന്നുമില്ല, ക്വീൻ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ഇതിൽ ഏത് റൂക്ക് വെച്ചാണെങ്കിലും ആ ക്വീനിട്ട് എടുത്തുകൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ അവിടെ ഒരു മൂവ് കൂടുതലാവുന്നേ ഉള്ളൂ. എന്തായാലും വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിം ആയിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.